മത്തങ്ങയും ഏത്തക്കായയും കൂട്ടിയിട്ട് തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നതിന് നോക്കാം. ഈ കറി നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത്. പിന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഗ്രേവി ഞാൻ ബാക്കിയുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ എന്തായിരുന്നാലും ആ ഗ്രേവി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരാം. കാരണം ഞാനവിടെ മത്തങ്ങ വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഇനി വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ മത്തങ്ങ കേടുവരും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം. നാളെ ആ ഗ്രേവി വെച്ചിട്ടുള്ള റെസിപ്പി ആയിട്ട് വരാം. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതേപോലത്തെ ഒരു ചെറിയ മത്തങ്ങയാണ് എടുത്തേക്കുന്നത്. ഈ മത്തങ്ങ മുഴുവനായിട്ട് എടുക്കണില്ല, ഈ മത്തങ്ങയുടെ പകുതിയാണ് എടുക്കുന്നത്. ഈ മത്തങ്ങയുടെ പകുതി ഇട്ടുക. ഇതിൻ്റെ വെയിറ്റ് നോക്കാം. ഏകദേശം ഒരു 1/2 കിലോ ഉണ്ടാവും. അപ്പം ഈ മത്തങ്ങ ഇതൊരു 650 ഗ്രാം ഉണ്ട്. ഇത് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു 1/2 കിലോ മത്തങ്ങ ഉണ്ടാവും. ഈ മത്തങ്ങ തൊണ്ട് കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ള കുരുവൊക്കെ കളഞ്ഞിട്ട് കുറച്ച് നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അത് നീക്കി വയ്ക്കാം. പിന്നെ വേണ്ടത് ഏത്തക്കായാണ്. ഞാനിവിടെ ഒരു ഏത്തക്കായ എടുത്തിട്ട് അത് ഞാനിവിടെ ഇതേപോലെ തന്നെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മത്തങ്ങയുടെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ഏത്തക്കായ ഞാനിവിടെ തൊണ്ട് കളഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒരുപാട് വലിയ പീസായിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മത്തങ്ങയുടെ കൂടെ ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് വെന്ത് കിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് രണ്ടും നീക്കി വയ്ക്കുക. ഇനി ഈ കറിയിലേക്ക് നമ്മൾ തേങ്ങ അരച്ചിട്ട് ചേർക്കും. തേങ്ങയും ജീരകവും കൂടിയിട്ട് അരച്ചിട്ടാണ് ചേർക്കുക. അപ്പം ഞാനിവിടെ 1/4 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. 1/4 മുറി തേങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുള്ളായിട്ടുള്ള ഒരു തേങ്ങയുടെ 1/4 ഭാഗം. അപ്പോൾ ഇത് പിടിക്കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു 2.5 പിടി തേങ്ങയുണ്ട്. ഈ തേങ്ങയുടെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ടൈപ്പ് ജീരകമാണ്. ഇതിലേക്ക് 2 പച്ചമുളകും ചേർക്കാം. ഞാനിവിടെ ഇതേപോലത്തെ ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മളിത് കറിയിലേക്ക് ചേർക്കാം. അപ്പം ഇത് നീക്കി വയ്ക്കുക. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാനിവിടെ ഇതേപോലത്തെ അങ്ങനെ ചെറിയ ടൈപ്പ് പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് കുറേ ചെറുതുകൊണ്ട് കുറച്ച് വലുതാക്കിയിട്ട്. അപ്പോൾ പച്ചമുളക് എടുക്കുമ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ കറിവേപ്പില വേണം. പിന്നെ ഉണക്കമുളക് വേണം. ഉണക്കമുളകും ഞാനിവിടെ ഇതേപോലത്തെ ഇങ്ങനെ ചെറിയ ടൈപ്പ് ഉണക്കമുളകാണ് എടുത്തേക്കുന്നത്. ഇതും ഞാനിവിടെ ഒരു 8 എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി അല്ലെങ്കിൽ സവോള ആയിരുന്നാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇവിടെ ചുവന്നുള്ളി എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത് ഇതേപോലത്തെ അങ്ങനെ കുറച്ച് വലിയ ടൈപ്പാണ് കിട്ടുക. ഏതാണ്ട് സവോളയുടെ ഒരു കുഞ്ഞതുപോലെ ഇരിക്കും. അപ്പോൾ ഈ ചുവന്നുള്ളിയും ഈ ഉണക്കമുളകും കൂടിയിട്ടൊന്ന് ചതച്ചിട്ടെടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചതയ്ക്കണ കല്ലില്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ആ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഉണക്കമുളകൊന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത പോലെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ചതച്ചിട്ടെടുക്കുക. പച്ചമുളക് ഒന്ന് കീറിയിട്ടെടുക്കുക. പിന്നെ കറിവേപ്പില അങ്ങനെ തന്നെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം. മല്ലിപ്പൊടിയൊന്നും ഇതിലേക്ക് നമ്മൾ ചേർക്കണില്ല. കാരണം തേങ്ങ അരച്ചിട്ട് ചേർക്കണ കറികളിലേക്കൊന്നും സാധാരണ മല്ലിപ്പൊടി ചേർക്കില്ല. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കറി നമുക്ക് നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മത്തങ്ങ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ മത്തങ്ങയുടെ ഉള്ളിൽ ഇതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാവും. അത് കളയണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അത് നമ്മളിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ പതുക്കെ ഒന്ന് കനം കുറച്ചിട്ടൊന്ന് ചെത്തി കളയാം. ഇതൊന്ന് കഴുകിയിട്ട് ഈ കറിയിലേക്കുള്ള തേങ്ങയും ജീരകവും പച്ചമുളകും കൂടിയിട്ട് അരച്ചിട്ടെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് തേങ്ങ ചേർക്കുക. തേങ്ങയും ജീരകവും പച്ചമുളകും ചേർക്കുക. പിന്നെ തേങ്ങ അരച്ചിട്ടെടുക്കുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങൾ ഇതിലേക്ക് ചേർക്കണ വെള്ളം ഇപ്പം നമ്മൾ ടാപ്പിൽ വരുന്ന വെള്ളം നല്ല തണുത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ടാപ്പിൽ വെള്ളമുള്ള ചേർക്കാം. അപ്പോൾ നല്ല തണുത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കുക. അല്ലെങ്കിൽ തേങ്ങ നമുക്ക് ശരിക്കും അരഞ്ഞു കിട്ടില്ല തണുത്ത വെള്ളത്തിൽ. അപ്പോൾ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നീക്കി വയ്ക്കും. ഇനി ഉണക്കമുളകും
ചുവന്നുള്ളിയും ഈ കല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കാം. ഇത് ചതച്ചെടുത്തിട്ട് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കറി വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കണ ചുവന്നുള്ളിയും ഉണക്കമുളകും ചേർക്കാം. ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇത് വഴന്നിട്ടുണ്ട്. ഇത് നല്ല മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ആ ചുവന്നുള്ളിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വന്നാൽ മതി. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. പക്ഷേ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതേപോലെ നന്നായിട്ട് മൊരിയിച്ചിട്ട് ചേർക്കുമ്പോൾ ആ കറിക്ക് ആ മഞ്ഞളിൻ്റെ ഒട്ടും ആ പച്ച ടേസ്റ്റൊന്നും വരില്ല. ഈ മഞ്ഞൾ നമ്മുടെ ഈ സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ്. ഞാൻ സാധാരണ എല്ലാ കറികളിലേക്കും മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി അത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അത് മുരിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഈ ചുവന്നുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് അങ്ങനെ മുരിയുന്നതിൻ്റെ നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഈ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി ഞാൻ ഇതിലേക്ക് ഇതേപോലെ ഇങ്ങനെ വളരെ കുറച്ച് മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ മുളകിൻ്റെ പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറച്ച് തന്നെ വയ്ക്കാം. ഇതിലേക്ക് മത്തങ്ങ ചേർക്കാം. ഏത്തക്കായ ചേർക്കാം. ഇതൊക്കെ ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അല്ലെങ്കിൽ ഈ അടിയിൽ കിടക്കുന്ന ആ ചുവന്നുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതങ്ങോട്ട് കരിഞ്ഞു പോകും. ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഈ മത്തങ്ങയും പിന്നെ ഏത്തക്കായയും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഇതേപോലെ അങ്ങനെ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം വേണം. പിന്നെ കറി എടുക്കുമ്പോൾ ചെറുതായിട്ട് ഒരു ചാറ് വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഏതാണ്ട് ഈ കഷ്ണങ്ങളുടെ മുകളിൽ നിൽക്കുന്നുണ്ട് വെള്ളം. കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഇത് നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ഫസ്റ്റ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. കാരണം ഈ മത്തങ്ങയൊക്കെ കൊണ്ട് വെന്തങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അധികമൊന്നും ഉണ്ടാവില്ല. നമ്മൾ കറി ഒരു 3/4 ഭാഗം റെഡി ആയി കഴിയുമ്പോൾ പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി മൂടി വെച്ചിട്ട് ഈ കഷ്ണങ്ങൾ വേവിക്കാം. ഇപ്പോൾ ഈ കറിയിലെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ കറിയുടെ ഈ ചാറായിരുന്നാലും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെയല്ല ഇരിക്കുന്നത്. ഏത്തക്കായും വെന്തിട്ടുണ്ട്. മത്തങ്ങ ആയിരുന്നാലും ഇതേപോലെ ഇങ്ങനെ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മത്തങ്ങ ഇതേപോലെ ഒന്ന് വെന്ത് ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. പിന്നെ ഏത്തക്കായ നന്നായിട്ട് വേവും വേണം. ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. ഇതിന് കുറച്ച് ഈ കറിയുടെ ചാറെടുത്തിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് സെപ്പറേറ്റ് വെള്ളമായിട്ട് ഞാൻ ചേർക്കണില്ല. കാരണം കറിയിൽ അത്യാവശ്യം നന്നായിട്ട് ഗ്രേവി ഉണ്ട്. ഈ കറി ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഈ തേങ്ങ കൂടിയിട്ട് ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് വേവുമല്ലോ. ഇപ്പോൾ ഈ കറി നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഇതേപോലെ ഒരു പാനിൽ വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കണ്ട. കുക്കറിൽ വെച്ചിട്ട് ഇതേപോലെ കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. പക്ഷേ ഇതേപോലെ ഇങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് വേവിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തിരക്കാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി. അപ്പോൾ കായയും ഈ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ കറി ഒരു 5 മിനിറ്റ് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് തീ കുറച്ചിട്ട് കറി ഒന്ന് മൂടി. അപ്പോൾ തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കറി നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കറി ഇതേപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ കറി ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കാവും. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാം.
കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് പതുക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഉണക്കമുളകും ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഉണക്കമുളക് ചേർക്കുന്നത്. പിന്നെ കറി കഴിക്കുന്ന സമയത്തായിരുന്നാലും ആ കറിയുടെ ചാറിൻ്റെ കൂടെ ഈ ഉണക്കമുളകും കൂടിയിട്ടൊന്ന് ചാലിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉണക്കമുളക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും ചുവന്നുള്ളിയും ചേർക്കാം. അപ്പോൾ ചുവന്നുള്ളി മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. സാധാരണ എൻ്റെ എല്ലാ കറികളിലും ഞാൻ ചേർക്കാറുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അത്. അപ്പോൾ നമ്മൾ താളിച്ച് ചേർക്കുന്നതിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. അത് ആ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതിൻ്റെ കൂടെ കിടന്നിട്ട് മൊരിയുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ആ സ്മെല്ലിൻ്റെ മണം. അപ്പോൾ മഞ്ഞൾപ്പൊടി അതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യാം. ഇത് കറിയിലേക്ക് ചേർക്കാം. ഈ കറി ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് കറി നമുക്ക് മിക്സ് ചെയ്യാം. താളിച്ച് ചേർത്തതിൻ്റെ നല്ലൊരു സ്മെല്ല് കറിക്ക് കിട്ടും. ഈ കറി ഒരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. മത്തങ്ങയും ഏത്തക്കായയും കൂട്ടിയിട്ട് തേങ്ങ അരച്ച് വെച്ച കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കാണാനും നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ കഴിക്കാനായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കറി നമ്മുടെ ചോറിൻ്റെ കൂടെ ചോറും പിന്നെ നാരങ്ങച്ചാറും പിന്നെ പപ്പടവും കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം ചോറ് കഴിച്ചാലും നമുക്ക് മതിയാവില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായിരുന്നാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കണം ചുവന്നുള്ളിയും ഉണക്കമുളകും ചേർക്കാം. ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇത് വഴന്നിട്ടുണ്ട്. ഇത് നല്ല മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി അത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി ഞാൻ ഇതിലേക്ക് ഇതേപോലെ ഇങ്ങനെ വളരെ കുറച്ച് മാത്രമേ ചേർക്കണുള്ളൂ. ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മത്തങ്ങ ചേർക്കാം. ഏത്തക്കായ ചേർക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഈ മത്തങ്ങയും പിന്നെ ഏത്തക്കായയും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഇതേപോലെ അങ്ങനെ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം വേണം. ഇത് നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഈ കറിയിലെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർക്കാം. അപ്പോൾ തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കറി നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയുടെ ആ പച്ച ടേസ്റ്റൊക്കെ പോയിട്ടുണ്ട്. കറി ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് പതുക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഉണക്കമുളക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും ചുവന്നുള്ളിയും ചേർക്കാം. അപ്പോൾ ചുവന്നുള്ളി മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് കറിയിലേക്ക് ചേർക്കാം. മത്തങ്ങയും ഏത്തക്കായയും കൂട്ടിയിട്ട് തേങ്ങ അരച്ച് വെച്ച കറി റെഡി ആയിട്ടുണ്ട്.